പുതിയ റോയൽ എൻഫീൽഡ് നമ്മളിപ്പോൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ തരും. അപ്പോൾ നമുക്കത് വിശദമായി കേൾക്കാം. ഇപ്പോൾ പലരും ആദ്യത്തെ തവണ ആയിരിക്കില്ല റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ സ്വന്തമാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ മറ്റ് ബൈക്കുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് റോയൽ ബൈക്കിൻ്റെ സർവീസും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ. ഏറെക്കുറെ ഡ്യൂറേഷൻ ടൈം പീരിയഡൊക്കെ ഒരേപോലെ ആണെങ്കിലും, അല്ലെങ്കിൽ ആദ്യത്തെ 500 കിലോമീറ്ററുകൾ, പിന്നെ 5000 കിലോമീറ്ററുകൾ, പിന്നെ 10000 കിലോമീറ്ററുകൾ എന്ന ആ ഒരു ഡ്യൂറേഷൻ അതേപോലെ തന്നെ ആണെങ്കിൽ കൂടി പലപ്പോഴും ഇതിൽ കാര്യമായി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാനുള്ളത്. ഏകദേശം ഒരു 4600 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതൊരു 4400 കിലോമീറ്റർ ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ സ്പാനർ ചിഹ്നം നമുക്ക് ഈ ഒരു നമ്മുടെ ക്ലസ്റ്ററിൽ, മീറ്റർ ക്ലസ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സർവീസിനായിട്ടുണ്ട് എന്നുള്ളത് വണ്ടി തന്നെ നമ്മളെ അറിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു താനും. ഇപ്പോൾ ഈ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്ന സംഭവം അതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇപ്പോൾ സ്ലിപ്പർ ക്ലച്ചുള്ള വണ്ടികൾ നമ്മൾ ഓടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ വണ്ടി എന്താ പറയുക, പെട്ടെന്ന് വീല് ലോക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം, പെട്ടെന്ന് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും അതേപോലെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ ഇത് സംഭവിക്കാവുന്ന സംഗതികളാണ്. അപ്പോൾ അത്തരത്തിൽ ചെറിയ ഇഷ്യൂസുകൾ നമുക്ക് നേരത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പ് രൂപത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ബറ്റാലിയൻ ബ്ലാക്ക് ആയതുകൊണ്ട് ബാക്കിലെ ഡ്രമ്മിൽ നിന്നുള്ള ഡ്രം ബ്രേക്ക് ആണല്ലോ ബാക്കിൽ വരുന്നത്. അപ്പോൾ അതിൽ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൗണ്ട് അത് നമുക്ക് ഈ മഴക്കാലത്ത് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ ബ്രേക്ക് നമുക്കൊരു 300 400 കിലോമീറ്ററൊക്കെ നമ്മൾ ഓടുമ്പോഴേക്ക് വളരെ എന്താ പറയുക, പെഡൽ പെട്ടെന്ന് താഴോട്ട് പോകുന്ന പോലൊരു ഫീലൊക്കെ നമുക്ക് തോന്നും. അതേപോലെ ക്ലച്ച് അടിക്കടി നമുക്ക് കുറവുള്ള രൂപത്തിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ക്ലച്ച് ലിവറിൽ ക്ലച്ചിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യും. അങ്ങനെ ചില്ലറ പ്രശ്നങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ സർവീസിനോട് അടുക്കുമ്പോൾ വണ്ടി സ്വാഭാവികമായിട്ടും അല്പം ഓടി ലൂസാകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കാണിച്ചു തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് സർവീസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് സർവീസിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ 4600 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മൾ ഓടിയിട്ടുള്ളത്. അത് ഏറെക്കുറെ 4650 എന്നുള്ളതാണ് തോന്നുന്നത് ഏറ്റവും പുതിയതായിട്ട്. അപ്പോൾ അതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇത് 5000 കിലോമീറ്ററിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ 6 മാസമോ 5000 കിലോമീറ്ററോ ഏതാണോ ആദ്യം വരുന്നത് ആ ഒരു കാലയളവാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സർവീസാണ് അത്തരത്തിൽ പെട്ടെന്ന് ചെയ്യേണ്ടത്. 6 മാസത്തിൽ ഒരിക്കൽ 6 മാസത്തിൽ തികയുന്ന സമയത്താണ് നമ്മൾ ആ ഒരു സർവീസിലേക്ക് പോകേണ്ടത്. 5000 ആയിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു സർവീസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പം വാറണ്ടിയും മറ്റുമൊക്കെ കൃത്യമായി ലഭിക്കാൻ നമുക്ക് ഈ സർവീസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഷോറൂമുകളിൽ നിന്ന് നമ്മളെ തുടർച്ചയായി വിളിക്കും. അത് ഒരുപക്ഷെ ഇവരുടെ ഇപ്പോൾ ഒരു ഷോറൂമിൽ നമ്മൾ വണ്ടി എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ ആയിരിക്കും വിളികൾ വരിക. തുടർച്ചയായിട്ട് സർവീസ് റിമൈൻഡറുകൾ ഇവരിങ്ങനെ നമുക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന്, അല്ലെങ്കിൽ ഇതേപോലെ അവരുടെ സർവീസ് വിങ്ങിൽ നിന്ന് ഇതേപോലെ നമ്മളെ നിരന്തരമായി കോൾ ചെയ്യുകയും ചെയ്യും. അപ്പം 6 മാസത്തെ സർവീസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ പലപ്പോഴും നമ്മളെന്തെങ്കിലും പ്രത്യേക ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും എന്താ പറയുക ഗൗരവതരമായ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ആയിരിക്കുന്ന സമയത്തോ, നിസ്സാരം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കോളുകൾ വരുന്നത് നമ്മളെ അലോസരപ്പെടുത്തുമല്ലോ. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് നിരന്തരമായിട്ട് ഇതേപോലെ ഈ സർവീസ് ഡെസ്കുകളിൽ നിന്ന് കോളുകൾ വരാറുണ്ട്.
ചിലപ്പോഴൊക്കെ നമ്മളവരെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കാറുമുണ്ട് കേട്ടോ. കാരണം എത്ര തന്നെ നമ്മൾ നല്ല രൂപത്തിൽ സംസാരിക്കാമെന്ന് വെച്ചാലും ഇവർ ചിലപ്പോൾ നമ്മളെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കും. കാരണം ഇപ്പോൾ 6 മാസത്തെ ഈ ഒരു സർവീസിന് വേണ്ടി എന്നെ ചുരുങ്ങിയതൊരു 10 തവണയെങ്കിലും വിളിച്ചു കാണും പല ഷോറൂമുകളിൽ നിന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയും ഒക്കെ പോയി പണി കിട്ടുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ സംഭവിക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മൾ അവരോട് ചിലപ്പോഴൊക്കെ കുറച്ച് ഹാർഷായിട്ട് പെരുമാറാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും. കാരണം ഇത് അവരുടെ ഒരു ബിസിനസ് പ്ലസ് സർവീസ് ആണെങ്കിൽ പോലും സമയമാകുമ്പോൾ സർവീസുകൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇത്തരം ഒരുപാട് റിമൈൻഡറുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒന്നും ആവശ്യമില്ല. എന്തായാലും സർവീസുകളുടെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. എന്തായാലും നമ്മളിപ്പോൾ സമയത്ത് 6500 6600 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സർവീസിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സർവീസ് നമ്മൾ ചെയ്യുന്നത്, 26-ാം തീയതി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ 2 തവണ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും അവിടെ വാഷ് ചെയ്യുന്ന ആളില്ല, അതേപോലെ അന്ന് ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തവണ തിരിച്ചു പോരുകയുണ്ടായി. 2 തവണ ഇതേപോലെ ഇവർ ബുക്ക് ചെയ്യാൻ വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നു, അവിടെ അത് എടുക്കാൻ ആളില്ല, ഫുള്ളായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തായാലും ഇത്തരത്തിൽ ഇവരുടെ സർവീസ് സെക്ടറിലൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഈ സെക്കൻഡ് സർവീസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 267 രൂപയാണ്. വലിയൊരു സർവീസ് വരുന്നില്ല. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ അവർ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം ഡ്രം ബ്രേക്കിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ആ സൗണ്ട് അതുപോലെ ഉണ്ട്. ക്ലച്ച് നമ്മുടെ കൊടുക്കുമ്പോൾ അവരെ ഏൽപ്പിക്കുന്ന സമയത്ത് ക്ലച്ച് ക്ലിയർ ആയിരുന്നു, ഇപ്പോൾ ക്ലച്ച് ലൂസായിട്ടാണ് കാണുന്നത്. ക്ലച്ചിൻ്റെ ലിവർ തന്നെ ലൂസായി കിടക്കുന്നു. അതേപോലെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു വാഷ് ചെയ്തിട്ട് വണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ എന്താ പറയുക, റെക്കോർഡിൽ സെക്കൻഡ് സർവീസ് ചെയ്തതായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ആകെ ഒരു ബെനിഫിറ്റ്. കാരണം വാറണ്ടി നഷ്ടപ്പെടില്ല. നമ്മളെ വാറണ്ടിയെ പറ്റി ഇവരിങ്ങനെ ബോധവാന്മാരാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ടില്ല. സാധാരണഗതിയിൽ 2-3 വർഷമൊക്കെയാണ് ഞാൻ ഒരു വണ്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൽ കൂടുതലൊന്നും പലപ്പോഴും ഉപയോഗിക്കാറില്ല. അവസാനം എടുത്ത 2 വണ്ടികളും ഇതേപോലെ, ഒന്ന് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് തന്നെയായിരുന്നു, അത് കൊടുക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഹീറോ ഹോണ്ടയുടെ വണ്ടികൾ, ബജാജിൻ്റെ വണ്ടികളെല്ലാം തന്നെ ഇതേപോലെ നമ്മൾ ഇതിനിടയ്ക്ക് എടുത്തിരുന്നു. ഇതെല്ലാം തന്നെ 2-3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കൊടുത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 5 വർഷത്തേക്കുള്ള എക്സ്റ്റെൻഡഡ് വാറണ്ടിയൊന്നും നമ്മൾ അതിന് 5000-1000 മുടക്കി അടക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക താല്പര്യം. അപ്പം അതെടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും, അവർക്ക് എടുക്കാം. പക്ഷേ ഇവർ നമ്മളെ നിരന്തരം ഇങ്ങനെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയിലേക്ക് കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗം എന്നുള്ളത് മാത്രം കാണാനാവുകയുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ സർവീസുകളിലൊന്നും നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഇവരുടെ വാഷിംഗ് ഒക്കെ പേരിന് ചടങ്ങ് മാത്രമായിട്ട് അവസാനിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ സർവീസിൽ കണ്ടത്. പലപ്പോഴും ഇത് തന്നെയാണ് എനിക്ക് മുൻ അനുഭവങ്ങൾ ഉള്ളതും. നമ്മളിപ്പോൾ ഇവർ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെട്ട് വീണ്ടും മെസ്സേജുകൾ അയക്കും. നമ്മൾ എന്തെങ്കിലും തരത്തിൽ ബാഡ് റേറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളെ കമ്പല് ചെയ്ത് തീർച്ചയായിട്ടും തിരിച്ച് ഒരു ഗുഡ് എക്സലൻറ്റ് റേറ്റിങ്ങിലേക്കൊക്കെ അവർ നമ്മളെ നിർബന്ധിക്കാറുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള കമ്പനികളെ പിറകോട്ട് വലിക്കുന്ന കാര്യം. ഇതെല്ലാം തന്നെ ഈ സർവീസ് സെൻറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ കാര്യങ്ങൾ.